അഫ്ഗാനിസ്ഥാനെതിരെ ആദ്യ T20 ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് രണ്ടാമത്തെ T20ക്ക് വേണ്ടിയാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. രണ്ട് പുതിയ താരങ്ങളാണ് പ്ലേയിങ് ഇലവനിലേക്ക് എത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, കോഹ്ലിയും സഞ്ജുവുമാണ്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ രണ്ടാം T20യെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജനുവരി 14-നാണ് അടുത്ത T20. എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ മാച്ച് ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രോഹിത് ശർമ്മ ഡെക്കിലാണ് പുറത്തായത്. അതുപോലെ മലയാളി താരം സഞ്ജു ടീമിൽ ഉണ്ടായിരുന്നില്ല. വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മയാണ് ടീമിലേക്ക് എടുത്തത്. ഇപ്പോഴിതാ ഇന്ത്യൻ ടീമിൽ മാറ്റം വന്നിരിക്കുകയാണ്. ജിതേഷ് ശർമ്മയെ മാറ്റി സഞ്ജു സാംസൺ അടുത്ത T20യിൽ കളിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തിലക് വർമ്മയ്ക്ക് പകരം കോഹ്ലി ആയിരിക്കും വൺ ഡൗണിൽ ഇറങ്ങാൻ പോകുന്നത്. ഈ രണ്ട് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ചിലപ്പോൾ ബൗളിങ്ങിലും മാറ്റം വന്നേക്കും. ആദ്യ T20യിൽ തന്നെ സഞ്ജുവിനെ ഇറക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവസാന നിമിഷം രോഹിത് സഞ്ജുവിനെ ഒഴിവാക്കി. ഇപ്പോഴിതാ സഞ്ജുവിനെയും കോഹ്ലിയെയും ഒരുമിച്ച് രണ്ടാമത്തെ T20യിൽ ഇറക്കാനാണ് പദ്ധതി. രോഹിത് ശർമ്മ ടീമിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതുപോലെ ശുഭ്മാൻ ഗില്ലിന് പകരം ജയ്സ്വാളിനെയും ചിലപ്പോൾ ഇറക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളുമായിരിക്കും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. കഴിഞ്ഞ മാച്ചിൽ രോഹിത് ശർമ്മയെ ശുഭ്മാൻ ഗില്ലാണ് റണ്ണൗട്ടാക്കിയത്. അതിൻ്റെ ദേഷ്യം രോഹിത് ശർമ്മയ്ക്കുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, വിരാട് കോഹ്ലി, ശിവൻ ദൂബെ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, ഹർഷദീപ് സിംഗ്, മുകേഷ് കുമാർ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ. സഞ്ജു വന്നാൽ ഒരു വെടിക്കെട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. സഞ്ജു 5-ാം നമ്പറിലാണ് കളിക്കാൻ പോകുന്നത്. രോഹിത് ശർമ്മ, കോഹ്ലി, സഞ്ജു ഈ മൂന്ന് താരങ്ങളെ നമുക്ക് ഒരുമിച്ച് അടുത്ത T20യിൽ കാണാൻ സാധിക്കും. മികച്ച കളി കാഴ്ചവെച്ചില്ലെങ്കിൽ കളി തോൽക്കാൻ സാധ്യതയുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാൻ മികച്ച കളിയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.